ഇന്ത്യയുടെ ഒരു ന്യൂ ജനറേഷൻ വാർ യൂണിറ്റ് പാകിസ്ഥാന്റെ അതിർത്തിയിലെത്തിയെന്ന് അവിടുത്തെ സൈന്യം ആശങ്കപ്പെടുന്നു. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എപ്പോൾ വേണമെങ്കിലും ഒരു സമ്പൂർണ്ണ യുദ്ധമുണ്ടാകാം. പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ എപ്പോൾ വേണമെങ്കിലും കടന്നു കയറാം. ഇതൊക്കെ പറയുന്നത് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയായ ഖ്വാജ ആസിഫാണ്. പാകിസ്ഥാനിലെ തന്നെ ഒരു ടെലിവിഷന് നൽകിയ ദീർഘമായ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങളൊക്കെ ഖ്വാജ ആസിഫ് പറയുന്നത്. മാത്രമല്ല, അഫ്ഗാനിസ്ഥാനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ത്യ ചില തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. താലിബാനെ പാകിസ്ഥാൻ എതിരാക്കുന്നതും പാക് ബോർഡറിൽ താലിബാൻ ആക്രമണം നടത്തുന്നതിൻ്റെയും ചുക്കാൻ പിടിക്കുന്നത് ഇന്ത്യയാണ്. നമ്മൾ ഇത് നേരത്തെ തന്നെ നിഷേധിച്ചതാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തം, നമ്മൾ പരമ്പരാഗത യുദ്ധശൈലിയിൽ നിന്ന് മാറി ആധുനികവൽക്കരിച്ച ഒരു യുദ്ധ ഗ്രൂപ്പിനെ രൂപീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ലോകം ഉറ്റുനോക്കുന്നത് വളരെ പെട്ടെന്ന് ഒരു മിന്നലാക്രമണം നടത്താൻ കഴിയുന്ന ഒരു ശക്തി, ഒരു ഫോഴ്സ് ഇന്ത്യക്കുണ്ടോ എന്നുള്ളതാണ്. ശരിക്കും ഇന്ത്യക്ക് അങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ട്. അതായത് തൃശൂൽ എന്ന പേരിൽ ഒരു സംയുക്ത സൈനിക അഭ്യാസ പ്രകടനം നടത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ഫോഴ്സിന്റെ സാന്നിധ്യം ലോകം ശ്രദ്ധിക്കുന്നത്. രുദ്ര എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ കോൾഡ് സ്ട്രൈക്ക്, രുദ്ര ബാറ്റിൽ ഇങ്ങനെയുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട് എന്ന് പാകിസ്ഥാൻ ഇന്റലിജൻസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കാരണം 11.5 ലക്ഷത്തോളം വരുന്ന നമ്മുടെ സൈനികരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വിങ്ങുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ക്വിക്കായിട്ട് ആക്ഷൻ നടത്തുന്ന ഒരു സേന, അതാണ് രുദ്ര എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭീകരാക്രമണത്തെ നേരിടാനായിട്ട് ഒരു പൂർണ്ണ യുദ്ധസന്നദ്ധമായ യൂണിറ്റ്, എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്തും യുദ്ധം നടത്താൻ സജ്ജമായിരിക്കുന്ന ഒരു ന്യൂ ജനറേഷൻ വിങ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമുക്കൊരു ആക്രമണം നേരിടേണ്ടി വന്നാൽ, അല്ലെങ്കിൽ ഒരു പ്രകോപനം നേരിടേണ്ടി വന്നാൽ വളരെ പെട്ടെന്ന് ശത്രുരാജ്യത്തേക്ക് കടന്നു കയറി അവിടുത്തെ ലക്ഷ്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും തകർത്തെറിയും. ആ രാജ്യം ആശങ്കപ്പെട്ട് നിൽക്കുമ്പോൾ തന്നെ വിജയം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സൈന്യം തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നു. ഇതാണ് രുദ്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിനകത്ത് ഉൾപ്പെടുന്ന വിങ്ങുകളെ കുറിച്ച് നമ്മളന്ന് ആദ്യം ആലോചിക്കണം. സ്പെഷ്യൽ ഫോഴ്സ് ഉണ്ടാവും, സിഗ്നൽസ് ഉണ്ടാവും, എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, പീരങ്കിപ്പട ഉണ്ടാവും, കവചം ഉള്ള വാഹനങ്ങളുണ്ടാവും, കാലാൾപ്പട ഉണ്ടാവും. ഇതിനെയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് രുദ്ര എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ശത്രുപക്ഷത്ത് നിൽക്കുമ്പോഴാണ് പാകിസ്ഥാന് ഇന്ത്യയുടെ ഈ സൈനിക ആധിപത്യത്തിൻ്റെ ഒരു മേധാവിത്വം ഇപ്പോൾ മനസ്സിലാകുന്നത്. കാരണം ഈ അസിം മുനീർ വളരെ കാലമായിട്ട് ഇന്ത്യക്കെതിരെ പ്രകോപനപരമായിട്ടുള്ള നിലപാടെടുക്കുന്നു. ഏറ്റവും ഒടുവിൽ ചെങ്കോട്ടയ്ക്ക് നേരെ നടന്ന ആക്രമണം, ഈ ബോംബ് ബ്ലാസ്റ്റിൽ അതിൽ മുഖ്യ പങ്ക് വഹിച്ച ഉമർ നബി എന്ന് പറയുന്ന ഡോക്ടറിന് ചെറിയ റോക്കറ്റും ഡ്രോണുകളും ഒക്കെ നിർമ്മിക്കാൻ വേണ്ട സാമ്പത്തിക സഹായം നൽകിയത് പാകിസ്ഥാനിൽ നിന്നാണെന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, POKയിലെ ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ബലൂജിനെ രക്തത്തിൽ മുക്കിയതിന് തിരിച്ചടിയായിട്ട് കശ്മീർ മുതൽ ചെങ്കോട്ട വരെ ഞങ്ങൾ ആക്രമണം നടത്തി. ഇതെല്ലാം തന്നെ പാകിസ്ഥാൻ ഉണ്ടാക്കുന്ന പ്രകോപനമാണ്. നമ്മൾ ഇതിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. കാരണം 2001 പാർലമെന്റിന് നേരെ ഒരു ആക്രമണം നടത്തിയപ്പോൾ നമ്മൾ അന്ന് കോൾഡ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് ഒരു തിരിച്ചടിക്കുള്ള ഒരു സഖ്യം, ഒരു സൈനിക മുന്നേറ്റമൊക്കെ രൂപീകരിച്ചിരുന്നു. പക്ഷേ ഇത് പൂർണ്ണ തോതിലെത്താൻ ഏതാണ്ട് 2 മാസക്കാലം എടുത്തു. അപ്പോഴേക്കും ബാഹ്യശക്തികളുടെ, അതായത് പ്രത്യേകിച്ച് ലോകത്തിലെ മറ്റ് രാജ്യങ്ങളുടെയൊക്കെ ഇടപെടലുണ്ടായി, വലിയ സമ്മർദ്ദമുണ്ടായി, നമ്മൾ പാകിസ്ഥാനെ തിരിച്ചടിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ആ സംഭവം അങ്ങ് മാറിപ്പോവുകയാണ്. ആ കോൾഡ് സ്റ്റാർട്ടിനെ നമ്മളിപ്പോൾ മാറ്റിയിട്ട് കോൾഡ് സ്ട്രൈക്ക് എന്ന രീതിയിൽ പുനഃസൃഷ്ടിച്ചു. കാരണം അന്നത്തെ സർക്കാരല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്. പുതിയ സർക്കാർ വന്നപ്പോൾ സൈന്യത്തിന് കൂടുതൽ അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ നൽകുകയാണ്. ആദ്യം അടിക്കുക, അതിവേഗം അടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് രുദ്ര ബ്രിഗേഡ് രൂപീകരിച്ചിരിക്കുന്നത്. പുരാണത്തിൽ പറയുന്ന പരമശിവന്റെ ഏറ്റവും ക്രുദ്ധമായ ഒരു രൂപമാണ് ഈ രുദ്രൻ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇതിന് രുദ്ര ബറ്റാലിയൻ എന്ന് പേരിട്ടിരിക്കുന്നത്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടായാൽ വളരെ പെട്ടെന്ന് ആ ശത്രുരാജ്യത്തിൻ്റെ രഹസ്യ താവളങ്ങൾ ആക്രമിച്ച് തകർക്കാനും അവരുടെ മുന്നേറ്റത്തെ പൂർണ്ണമായിട്ടും നശിപ്പിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് രുദ്ര ബ്രിഗേഡിൻ്റെ നീക്കം. കൂടാതെ നമ്മുടെ കരസേനാ മേധാവിയായിട്ടുള്ള ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞിരുന്നു, 88 മണിക്കൂർ നീണ്ടു നിന്ന ഒരു ട്രെയിലർ മാത്രമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. അതിനപ്പുറത്തേക്കുള്ള നീക്കം നടത്താൻ നമുക്ക് പറ്റും. അതുകൊണ്ടാണ് ഖ്വാജ ആസിഫ് പറയുന്നത്, ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന്റെ അതിർത്തിയിലേക്ക് എത്തി, നമ്മൾ സൂക്ഷിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം എന്നൊക്കെ തന്നെ ഖ്വാജ ആസിഫ് പറയുന്നു. അപ്പോൾ ഏത് നിമിഷവും ഒരു സമ്പൂർണ്ണ യുദ്ധം ഉണ്ടാകുമെന്ന് കരുതി അവരും അതിർത്തിയിൽ സൈന്യത്തെയൊക്കെ വിന്യസിക്കുന്നുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിജിറ്റലൈസ്ഡ് കമാൻഡ് നെറ്റ്വർക്കിനെയാണ് നമ്മൾ രൂപീകരിച്ചിരിക്കുന്നത്. തൃശൂൽ എന്ന പേരിൽ സംയുക്ത സൈനിക അഭ്യാസം നടത്തിയപ്പോൾ
ഈ രുദ്രയുടെ അവസാനവട്ട പരിശീലന പരിപാടികളെല്ലാം നമ്മൾ പൂർത്തിയാക്കി. വളരെ പെട്ടെന്ന് സന്നാഹം ഒക്കെ രൂപീകരിക്കാനായിട്ട്, ആക്രമണം നടത്താനായിട്ട്, തീവ്രവാദ നിലപാടുകൾക്ക് കനത്ത തിരിച്ചടി വളരെ പെട്ടെന്ന് നൽകും. കാരണം ഇപ്പോൾ യുദ്ധമുണ്ടാകുമ്പോൾ മറ്റ് രാജ്യങ്ങളുടെ ഒരു സമ്മർദ്ദം യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തിന് മേലുണ്ടാകും. ഇതിപ്പോൾ റഷ്യ ഉക്രൈൻ തമ്മിലുള്ള യുദ്ധം ഉണ്ടാകുമ്പോഴും ഇത്തരം സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തിന് പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നത്തിനിടയ്ക്കും ഇത്തരം സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള ബാഹ്യ സമ്മർദ്ദങ്ങൾ ഉണ്ടാകാൻ എടുക്കുന്ന സമയത്തിന് മുമ്പായിട്ട് നമ്മൾ ശത്രുരാജ്യത്തെ കയറി ആക്രമിക്കണം. അതാണ് ഈ രുദ്ര ബ്രിഗേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഇൻഫൻട്രി ഉണ്ടാവും, അതായത് കാലാൾപ്പട ഉണ്ടാവും. ഇവർക്ക് സംരക്ഷണമേകാനായിട്ട് കവചിത യൂണിറ്റുകൾ, അതായത് ടാങ്ക് പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. ടാങ്കറൊക്കെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ഘട്ടമുണ്ട്, ടാങ്കറല്ല, ഈ ടാങ്കിനുള്ളിൽ തന്നെ നിരവധി സൈനികർക്കൊക്കെ രഹസ്യമായിട്ട് ഇരിക്കാനും പറ്റും. കൂടാതെ ഈ ആർട്ടിലറി ഇവർക്ക് സംരക്ഷണമേകും. എന്ന് പറഞ്ഞാൽ പീരങ്കിപ്പടയുണ്ടാകും. കൃത്യമായിട്ട് ലക്ഷ്യങ്ങളെ ഭേദിക്കാൻ ഇതിലൂടെ സാധിക്കും. അതുപോലെ നമ്മുടെ ഈ വ്യോമാക്രമണങ്ങളെയൊക്കെ തടയാൻ വേണ്ടിയിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടാകും. കൂടാതെ സ്പെഷ്യൽ ഫോഴ്സ്, അതായത് വിമാനത്തിൽ നിന്നും മറ്റും പാരച്യൂട്ട് വഴി ഇറങ്ങുന്ന സൈനികർ റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് ശത്രുക്കളെ തീർക്കുന്ന, അല്ലെ പിന്നിൽ നിന്ന് ആക്രമിക്കുന്ന ഒരു നീക്കം അതുണ്ടാകാം. പിന്നീട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ ഗൈഡഡ് മിസൈല്, അപ്പാച്ചെ ഹെലികോപ്റ്റർ, ഇവയെല്ലാം കൂടെ ചേരുന്ന ഒരു സംയുക്ത നീക്കമാണ് ഈ രുദ്ര ബ്രിഗേഡ് എന്ന് പറയുന്നത്. ഈ രുദ്ര ബ്രിഗേഡ് പാകിസ്ഥാൻ്റെ അതിർത്തിയിലേക്ക് നീങ്ങിയിട്ടുണ്ടെന്ന് അവർ തന്നെ ഭയപ്പെടുന്നു. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് അസിം മുനീറാണ് ഈ പാകിസ്ഥാനിലെ ഭീകരവാദ തീവ്രവാദ കേന്ദ്രങ്ങളൊക്കെ നന്നാക്കാനുള്ള പണം കൊടുത്തത്. അതായത് ഈ മസൂദ് അസറിൻ്റെ സൈനിക കേന്ദ്രങ്ങളുണ്ട്, അതായത് തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ. ഇതൊക്കെ നശിച്ചപ്പോൾ ISIയും ആർമിയും കൂടെ ചേർന്നാണ് അത് ശരിയാക്കാനുള്ള പൈസയൊക്കെ കൊടുത്തത്. കൂടാതെ ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തി ഈ ചെങ്കോട്ട സ്ഫോടനത്തിൽ ഉമർ നബി എന്ന് പറയുന്ന ഡോക്ടർ ആക്രമണം നടത്താനായിട്ട് പദ്ധതി ഇട്ടപ്പോൾ ചെറിയ റോക്കറ്റും അതുപോലെ ഡ്രോണും ഒക്കെ നിർമ്മിക്കാനായിട്ട് പണം കൊടുത്തത് പാകിസ്ഥാനിൽ നിന്നാണ്. കൂടാതെ അമീർ റാഷിദ് അലി എന്ന് പറയുന്ന ഒരു സഹായിയെ സൗത്ത് കശ്മീരിലെ പാമ്പോർ മേഖലയിൽ നിന്ന് ഇന്ത്യൻ സൈന്യം പിടികൂടി. അയാളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളും പാകിസ്ഥാൻ സൈന്യം നൽകിയ സഹായത്തിൻ്റെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഉണ്ടായത്. കാരണം ഈ പഞ്ചാബ് പ്രവിശ്യയിൽ കഴിഞ്ഞ ദിവസം ഡ്രോണിൽ ചില ആയുധങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ പാർട്സുകൾ എത്തിയിട്ടുണ്ട്. ഈ തോക്കിൻ്റെയും മറ്റും പാർട്സായിട്ടാണ് ഡ്രോൺ കൊണ്ട് ഇറക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ അതിർത്തി ഗ്രാമങ്ങൾ കൊണ്ട് ഇറക്കുന്നു. ഇത് മുമ്പ് കശ്മീരിൽ ഈ മയക്കുമരുന്ന് കടത്തിനും അതുപോലെ തന്നെ ആയുധക്കടത്തിനും ഒക്കെ പാകിസ്ഥാൻ ഉപയോഗിച്ച തന്ത്രമാണ്. ഇതിന് സമാനമായിട്ടുള്ള ഒരു നീക്കം നടത്തിയതോടുകൂടി നമുക്കൊരു കാര്യം വ്യക്തമായി: പാകിസ്ഥാൻ അതിർത്തിയിൽ ചില നീക്കങ്ങൾ അവരുടെ സൈന്യം നടത്തുന്നു. ഇതിൻ്റെ പ്രധാന കാരണം നമ്മുടെ രുദ്ര ബ്രിഗേഡ് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പാകിസ്ഥാൻ ഇൻ്റലിജൻസിന് ചില വിവരങ്ങൾ കിട്ടി. അപ്പോൾ നമ്മൾ കോൾഡ് സ്റ്റാർട്ടിൽ നിന്ന് മാറി കോൾഡ് സ്ട്രൈക്കിലേക്ക് നീങ്ങുന്നു. ഇപ്പുറത്ത് രുദ്ര ബ്രിഗേഡ് എപ്പോൾ വേണമെങ്കിലും ആക്രമണം നടത്താൻ സഹായിക്കുന്ന ഒരു ന്യൂ ജനറേഷൻ വാർ യൂണിറ്റ് സജ്ജമായിട്ട് നിൽക്കുന്നു. എപ്പോൾ വേണമെങ്കിലും ഒരു പൂർണ്ണ യുദ്ധത്തിന് സജ്ജമായി നിൽക്കുന്ന യൂണിറ്റ്, അങ്ങനെയാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. മാത്രമല്ല, അടിക്കടി ഉണ്ടാകുന്ന ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകുന്ന ഏറ്റവും മികച്ച മറുപടി കൂടിയായിരിക്കും ഇത്. നേരത്തെ ഈ ആർമിക്കൊന്നും UPA സർക്കാരിൻ്റെ കാലത്ത് വലിയ സഹായം ലഭിച്ചിരുന്നില്ല. പക്ഷേ മോദി സർക്കാർ വന്നപ്പോൾ നേവിക്ക് എല്ലാവിധ സ്വാതന്ത്ര്യം കൊടുക്കുന്നു, കരസേനയ്ക്ക് കൊടുക്കുന്നു, അതുപോലെ തന്നെ വ്യോമസേനയ്ക്ക് കൊടുക്കുന്നു. അങ്ങനെ 3 സംയുക്ത സൈനിക നീക്കങ്ങൾ, ഇവർ 3 പേരും കൂടെ ഒന്നിച്ച് നിന്നൊരു സംയുക്ത നീക്കം നടത്തി കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ ലോകരാജ്യങ്ങൾക്ക് പറ്റുകയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ബലൂജ് മേഖലയിൽ അതുപോലെ തന്നെ ഖൈബർ പക്തൂൺഖ മേഖലയിലൊക്കെ തന്നെ അഫ്ഗാനിസ്ഥാൻ ആക്രമണം നടത്തുമ്പോൾ അതിന് പിന്നിൽ ഇന്ത്യയാണെന്ന് അവർ ആരോപിക്കുന്നത്. എന്തായാലും ഖ്വാജ ആസിഫിൻ്റെ ഭയം അസ്ഥാനത്തല്ല. ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ ഏത് നിമിഷം വേണമെങ്കിലും പാകിസ്ഥാൻ്റെ വ്യോമാതിർത്തി കടന്ന് ആ രാജ്യത്തേക്ക് ആക്രമണം നടത്താൻ ചെന്നേക്കാം. ഒപ്പം രുദ്ര ബ്രിഗേഡ് എന്ന് പറയുന്ന ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ബറ്റാലിയൻ യുദ്ധത്തിന് തയ്യാറായിട്ട് നിൽക്കുന്നു. ഇത് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ അവിടെ പോയി ആക്രമണം നടത്തി ആ രാജ്യം അമ്പരന്ന് നിൽക്കുന്ന സമയം കൊണ്ട് ഈ യൂണിറ്റുകളെല്ലാം തിരിച്ചെത്തും. ഇത്തരം ഒരു നീക്കം പാകിസ്ഥാൻ വല്ലാതെ ഭയപ്പെടുന്നു. ഇപ്പോൾ അസിം മുനീർ രാജ്യത്ത് നിന്ന് പോയി, അല്ലെ പുറത്തേക്ക് പോയി എന്നാണ് പുറത്തു വരുന്ന ചില വിവരങ്ങൾ. ഷഹബാസ് ഷെരീഫിൻ്റെ ചില അനക്കങ്ങളും കേൾക്കുന്നില്ല. അതായത് ഇന്ത്യ പാകിസ്ഥാന് മേലെ ഒരു വ്യോമാക്രമണമോ അല്ലെങ്കിൽ കരയാക്രമണമോ ഒക്കെ വീണ്ടും നടത്തി കഴിഞ്ഞാൽ അവിടുത്തെ സൈനിക നേതൃത്വം അതുപോലെ തന്നെ ഭരണത്തിന് തലപ്പത്തിരിക്കുന്നവർ ഇവരെല്ലാം തന്നെ ജീവനോടെ ഉണ്ടാകുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ
ഫീൽഡ് മാർഷൽ പദവിയിലിരിക്കുന്ന അസിം മുനീർ അടക്കം രാജ്യത്ത് നിന്ന് ഓടിപ്പോയോ എന്നുള്ള സംശയം നിൽക്കുന്നത്. കാരണം അമേരിക്ക ഈ നേതാക്കൾക്കെല്ലാം തന്നെ സംരക്ഷണം ഒരുക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും രുദ്ര ബ്രിഗേഡിന്റെ നീക്കം വളരെ പെട്ടെന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. പക്ഷേ ഇന്ത്യ ഔദ്യോഗികമായി ഇക്കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും അണിയറയിൽ ചില കാര്യങ്ങളൊക്കെ ഒരുങ്ങുന്നുണ്ട്. എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.